Kavita Gold and Diamonds. Choose your special. കരിപ്പൂർ വിമാനത്താവളത്തിലെ CER ഫണ്ട് പ്രദേശത്ത് പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന കമ്മിറ്റി അംഗവും പള്ളിക്കൽ ഗ്രാമപഞ്ചായത്ത് മെമ്പറുമായ ലത്തീഫ് കൂട്ടാലുങ്ങൽ ഉൾപ്പെടെയുള്ള സമരക്കാരെ പോലീസ് കവാടത്തിന് മുൻപിൽ തടഞ്ഞു. മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി P. അബ്ദുൽ ഹമീദ് മാസ്റ്റർ MLA സമരം ഉദ്ഘാടനം ചെയ്തു. കരിപ്പൂർ വിമാനത്താവളത്തിലെ CER ഫണ്ട് പ്രദേശത്ത് പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് അനുവദിക്കണമെന്നാവശ്യപ്പെട്ടാണ് കൊണ്ടോട്ടി നഗരസഭയും പള്ളിക്കൽ പഞ്ചായത്തും സംയുക്തമായി കളക്ടറേറ്റിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. പോലീസ് ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന കമ്മിറ്റി അംഗവും പള്ളിക്കൽ ഗ്രാമപഞ്ചായത്ത് അംഗവുമായ ലത്തീഫ് കൂട്ടാലുങ്ങൾ ഉൾപ്പെടെയുള്ള സമരക്കാരെ പോലീസ് കവാടത്തിന് മുന്നിൽ തടഞ്ഞത് ഏറെ നേരം സംഘർഷത്തിന് കാരണമായി. വിമാനത്താവളത്തിലെ CER ഫണ്ട് റൺവേയുടെ തെക്ക് ഭാഗത്ത് കൂട്ടാലുങ്ങൽ അയനിക്കാട് പ്രദേശത്തും നെരുവെട്ടിച്ചാൽ പ്രദേശത്തും പരന്നൊഴുകുന്ന മലിനജലം അയനിക്കാട് വഴി ചെർലത്തോട്ടത്തിലേക്ക് ഡ്രെയിനേജ് വഴി ഒഴുക്കിവിടാനും കരിപ്പൂർ ഗവൺമെന്റ് സ്കൂളിനും അനുവദിക്കണമെന്നാണ് സമരക്കാരുടെ ആവശ്യം. പള്ളിക്കൽ പഞ്ചായത്ത് ഭരണസമിതിയും കൊണ്ടോട്ടി മുനിസിപ്പാലിറ്റിയും ചേർന്ന് നേരത്തെ ജില്ലാ കളക്ടർക്കും എയർപോർട്ട് അതോറിറ്റിക്കും ഇതുമായി ബന്ധപ്പെട്ട് പ്രൊജക്ട് സമർപ്പിച്ചിരുന്നു. എന്നാൽ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് ഉപയോഗിക്കേണ്ട തുകയായ 9 കോടിയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ധർമ്മടം മണ്ഡലത്തിലേക്ക് കൊണ്ടുപോകുന്നതിലാണ് സമരക്കാർക്ക് പ്രതിഷേധം. സമരം സംഘർഷത്തിലേക്ക് നീങ്ങിയതോടെ നേതാക്കൾ ഇടപെട്ട് ശാന്തമാക്കുകയായിരുന്നു. മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി P. അബ്ദുൽ ഹമീദ് മാസ്റ്റർ MLA സമരം ഉദ്ഘാടനം ചെയ്തു. TV ഇബ്രാഹിം MLA, DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് VS ജോയി, AK അബ്ദുറഹ്മാൻ, KP മുസ്തഫ തങ്ങൾ, കൊണ്ടോട്ടി നഗരസഭാ ചെയർപേഴ്സൺ നിദ ഷഹീർ, കൊണ്ടോട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K. ബിന്ദു, പള്ളിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CK അബ്ബാസ്, PV ലത്തീഫ് തുടങ്ങിയവർ സമരത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു. അഷ്റഫ് മടാൻ, ജമാൽ കരിപ്പൂർ, ലത്തീഫ് കൂട്ടാലുങ്ങൽ, ദാവൂദ് കുന്നപ്പള്ളി എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി.